ഹായ് ഫ്രണ്ട്സ്, 10th മിടുക്കുകളുമായിട്ടുള്ള മക്കളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെ. 10th എത്തിയോട് കൂടിയിട്ട് നിങ്ങളുടെ പാരന്റ്സ്, റിലേറ്റീവ്സ്, ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളോട് എന്താ പറയുന്നത്? ഈ പ്രാവശ്യം എന്ത് ചെയ്യണം? നല്ല മാർക്ക് സ്കോർ ചെയ്യണം അല്ലെ. എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നല്ലേ അവരെല്ലാവരും നിങ്ങളോട് പറയുന്നത്. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു. ആ ഒരു കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുക്കാന്ന് വിചാരിച്ചു അല്ലെ. ഇപ്രാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ എനിക്കൊരു കാര്യം നിങ്ങൾ ചെയ്തു തരണം. എന്താണല്ലേ? നിങ്ങളുടെ ഒരു ചെറിയ സപ്പോർട്ട് വേണം എനിക്ക്. എന്താണ്? ഐ നീഡ് യുവർ സപ്പോർട്ട്. എന്താണ് സപ്പോർട്ട്? നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങും ഈ ഒരു വർഷം എന്നുള്ള ഒരു മൈൻഡിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ക്ലാസ് കാണാനിരിക്കാൻ അല്ലെ. നന്നായിട്ട് പഠിച്ച് ഈ പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങും എന്നുള്ളൊരു നല്ലൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാം? ക്ലാസിന്റെ മുമ്പിൽ വന്നിരിക്കും. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്രാവശ്യം 10th നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവാൻ സാധിക്കും അല്ലെ. എല്ലാത്തിനും A+ കിട്ടും അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നല്ല ഹൈ സ്കോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്രാവശ്യം നമുക്ക് എക്സാമിന് മാർക്ക് വാങ്ങണം. എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞത്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം വളരെ സിമ്പിൾ ആണ് അല്ലെ. അതൊരു ആയത്തിന്റെ അഗാധ ഗർത്തത്തിലോട്ടൊന്നും പഠിച്ചു പോകേണ്ട ഒരു ആവശ്യമല്ല മക്കളെ. വളരെ സിമ്പിൾ ആണ്. ഒരു ഡെപ്ത് സ്റ്റഡിയുടെ ആവശ്യം വരുന്നില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡിയുടെ ആവശ്യമേ വരുന്നുള്ളൂ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്. സോ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഞാനും റെഡി. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ നമ്മുടെ ഈ ജേർണി, ഇംഗ്ലീഷ് എന്ന് പറയുന്ന യാത്ര നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് തുടങ്ങാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവർ ഫസ്റ്റ് യൂണിറ്റ് ക്ലിംസസ് ഓഫ് ഗ്രീൻ. എന്താണ് ക്ലിംസസ് അല്ലെ? ഒരു പച്ചയിലോട്ട് അല്ലെ, പച്ചയിലോട്ട് ഒരു നോട്ടം അല്ലെ. എന്താണ് നോട്ടം അല്ലെ? ഒരു പച്ചയിലോട്ട് ഒരു ക്ലിംസസ് മീൻസ് എന്താണ്? നോട്ടം അല്ലെ. പച്ചപ്പിലേക്ക് ഒരു നോട്ടം അല്ലെ. എന്താണ് ആ നോട്ടം? നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്, നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാർട്ട് 1 ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് വരുന്നത് 2 പ്രോസും 1 പോമുമാണ്. എന്താണ്? 2 പ്രോസും 1 പോം അല്ലെ. നമുക്ക് ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീയും ദ സ്നേക്ക് ആൻഡ് ദ മിറേഴ്സ് എന്ന് പറയുന്ന 2 പ്രോസ് അല്ലെ. ദെൻ ഒരു പോം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അല്ലെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രോസ് ആണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ നമ്മുടെ അഡ്വാഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കാണുന്നുണ്ട്. എന്താണത്? ദ മൗണ്ടൻസ് മീൻസ് ഹോവറിംഗ് ഓവർ ദ പൈൽസ് ആൻഡ് ബോൺസ് ആൻഡ് വേൾസ് ഹെവൻ. ഹൈക്കു. എന്താണ് ഹൈക്കു? ഹൈക്കു എന്ന് പറഞ്ഞാൽ ഈ ജാപ്പനീസുകാര് അവരുടെ ഒരു കവിതാ രീതി ഉണ്ട്, കവിത എഴുതുന്ന രീതി. ഒരു 2-3 ലൈനിൽ കവിത എഴുതുന്ന രീതി ഉണ്ട് അവർക്ക്. ഒരുപാട് വലിയ കവിത ആവില്ല, 2-3 ലൈനിൽ ചെറിയ കുഞ്ഞു കവിത എഴുതുക. ഓക്കെ, അത് അവരുടെ രീതിയാണ്. അതിന് നമ്മൾ ഹൈക്യു എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു കോട്ടാണ്, അങ്ങനെ ഒരു കവിതയുടെ ഒരു 3 ലൈൻ വരുന്ന ഒരു ചെറിയ കവിതയാണ് ഇത്. എന്താന്ന് വെച്ചാൽ എന്താ പറയാ, മൂടൽ മഞ്ഞ്, പർവ്വത മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്ന പൈൽസ് മരങ്ങളും അതുപോലെ കുളങ്ങളും അല്ലെ, കുളങ്ങളും പൈൽസ് മരങ്ങളും എല്ലാം മൂടൽ മഞ്ഞ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് സ്വർഗത്തെ ആവരണം ചെയ്ത പോലെയൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്വർഗത്തിലെ ആവരണം ചെയ്ത പോലെയൊക്കെയാണ്, സ്വർഗത്തെ അനാവരണം ചെയ്ത പോലെയാണ് തോന്നുന്നത് എന്നൊക്കെയാണ് അവർക്ക് പറഞ്ഞത്. സ്വർഗത്തെ അലങ്കരിച്ചതുപോലെ തോന്നുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കവിതയാണ് മക്കളെ, എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കേൾക്കാൻ ഭയങ്കര മനോഹരമായിരിക്കും, പക്ഷെ 2-3 വട്ടമൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടി വരും. ഓക്കെ, സോ നാച്ചർ ഈസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്, ഇറ്റ്സ് എ ഹോം അല്ലെ. നാച്ചർ എന്തല്ല, ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് അല്ല, ഇതൊരു ഹോമാണ് അല്ലെ. എന്താണ് ഹോം അല്ലേ മക്കളെ? ആരുടെ ഹോമാണിത്? നമ്മുടെ ഹോമാണ് അല്ലെ. ഈ ഭൂമിയിലെ സർവ്വജലാജങ്ങളുടെ, ഭൂമിയിലെ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും, മനുഷ്യരും മൃഗങ്ങളും എല്ലാവരുടെയും എന്താണ്? ലോകമാണ്, അവരുടെയൊക്കെ വീടാണ് എന്ത്? നാച്ചർ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ നമ്മുടെയും. ഇപ്പൊ ഇത് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ നല്ലപോലെ ഡിസ്കസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടല്ലേ. നമുക്ക് ഇത് എന്താ, നിങ്ങൾ ക്ലാസ് നന്നായിട്ട് ഡിസ്കസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലെ. നമുക്ക് വേണ്ടത്, ഓക്കെ, നമ്മുടെ ചാപ്റ്റർ എഴുതിയ റൈറ്റർ ആണ്. നമ്മുടെ റൈറ്റർ ആരാണ്? റസ്കിൻ ബോണ്ട് അല്ലെ. റസ്കിൻ ബോണ്ടിന് ഇവിടെ എന്താ കാര്യം മക്കളെ? ഇവിടെ കാര്യമുണ്ട്. നമ്മുടെ അഡ്വഞ്ചേഴ്സിന്റെ ബനിയാൻ ട്രീയിലെ ഹീറോ ഇദ്ദേഹമാണ് ആ കഥ എഴുതിയത്. അദ്ദേഹം തന്നെയാണ് ആ കഥയിലെ ഹീറോ. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട് കേട്ടോ. വലിയൊരു റൈറ്റർ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ്. ഹി ഈസ് ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെന്റ് അല്ലെ. ഒരു ബ്രിട്ടീഷ് ഡിസെന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഓഥർ. അതെന്താ? അച്ഛൻ ബ്രിട്ടീഷുകാരനും അമ്മയൊരു എന്താ പറയാ ഇന്ത്യക്കാരിയുമാണ് കേട്ടോ. ഇന്ത്യയുടെ ഒരു
ഇത് അമ്മയ്ക്കുണ്ട് അല്ലെ, ഇന്ത്യയുടെ ഡിസൈൻസ് ആണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഇത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞത് കേട്ടോ. His father was an officer at the Royal Air Force. He wrote his first novel, The Room on the Roof. അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവൽ കേട്ടോ. അറ്റ് ദ ഏജ് ഓഫ് 17, 17 വയസ്സിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ തന്നെ മനസ്സിലാവും അയാളുടെ ഭാവി എന്തായാലും ഇത് തന്നെയായിരിക്കും. കാരണം വേറെ ലെവലിൽ റൈറ്റർ ആവണമല്ലോ. 17 വയസ്സിലൊക്കെ ഒരു നോവലാണ് എഴുതിയിട്ടുള്ളത്, അത് ഓർക്കണം. ഓക്കെ, It got John Llewellyn Rice Prize in 1957 അല്ലെ, അദ്ദേഹത്തെ ഒരു പ്രൈസ് ആണ്. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻ ബുക്സ് വാസ് ദ ആംഗ്രി റിവർ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ബുക്കുകൾ അല്ലെ, അതിൽ ആദ്യത്താണ് ദ ആംഗ്രി റിവർ ഇൻ 1992. ഹി റിസീവ്ഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷന് സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന്. ഏതാണ്? അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദഹ്റ അല്ലെ. ദഹ്റ എന്ന് പറയുന്ന പോലും ദറ എന്ന് പറയുന്ന പോലെ ഒക്കെ ഉണ്ട് കേട്ടോ. ധറ, ദഹ്റ എന്ന് പറയുന്ന പോലെ ഒക്കെ ഉണ്ട് കേട്ടോ. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ. പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 1990 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻ ലിറ്ററേച്ചർ അല്ലെ. ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അല്ലെ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 2017 അല്ലെ. ഹി നൗ ലീവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലിയുടെ കൂടെ ലാഡോറിൽ താമസിക്കുന്ന നിയർ മിസൂറി അല്ലെ. ഇത്രയാണ് അദ്ദേഹത്തെ കുറിച്ചൊന്നും നമുക്ക് എക്സാമിന് വരാറില്ല മക്കളെ. ആ ചാപ്റ്ററിനാണ് ഇമ്പോർട്ടൻസ്. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നോക്കാം, നമ്മുടെ ചാപ്റ്ററിന്റെ മുകളിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതാണിത്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിംഗ് ബീയിങ്സ്. മാൻ ഷുഡ് live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. നോക്കാം എന്താണ് പറയുന്നത് നോക്കാം. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിംഗ് ബീങ്സ് അല്ലെ. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ മനുഷ്യ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് എന്ത്? പ്രകൃതി എന്ന് പറയുന്നത് അല്ലെ. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. മനുഷ്യൻ എന്ത് ചെയ്യണം? പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കണം എന്നാണ് ആ വേർഡിന്റെ മീനിങ് കേട്ടോ, ആ സെന്റൻസിന്റെ മീനിങ്. ബീങ് വൺ വിത്ത് നാച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ് ആണ് അല്ലെ. അതിശയിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒന്നാണ് ബീങ് വൺ വിത്ത് നാച്ചർ. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക അല്ലെ, പ്രകൃതിയുടെ കൂടെ ജീവിക്കുക, പ്രകൃതിയുമൊത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം മെസ്മറൈസിങ്, അത് വളരെയധികം അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. വളരെ മനോഹരമാണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഹാവ് യു ഹാവ് ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നാച്ചർ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലെഷർ ടൈം പ്രകൃതിയുടെ കൂടെ ചെലവഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? Let's read how a boy experienced and blended with the essence of nature അല്ലെ. നമുക്ക് എന്ത് റീഡ് ചെയ്യാം മക്കളെ? ഒരു ബോയുടെ എക്സ്പീരിയൻസ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ സെൻസ് ഓഫ് നാച്ചർ. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചിട്ടുള്ള, പ്രകൃതിയുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ്, ആ റിലേഷൻ ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ പറയാനുള്ളത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ. നമ്മുടെ ടൈറ്റിൽ ഓഫ് അവർ സ്റ്റോറി എന്താണ്? അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് അവർ പ്രോസ്, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ. അഡ്വഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ സാഹസികത ഒന്നുമല്ല കേട്ടോ. സാഹസികത എന്നുള്ള മീനിങ്ങുകളൊന്നല്ല. ഈ ഒരു മരത്തിന്മേലെ ആ കുട്ടിയുടെ കളികളും കാര്യങ്ങളും അല്ലെ, അതുപോലെ തന്നെ ആ കുട്ടി അതിന്മേലുള്ള ജീവിതവും, ആ കുട്ടിക്ക് അതുമായിട്ടുള്ള റിലേഷനും, ഇങ്ങനെയുള്ള ആ ഒരു മരവുമായിട്ടുള്ള ഈ ഒരു റിലേഷനും അതിന്റെ കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ഈ അഡ്വഞ്ചേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. Then, though the house, okay, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കുക, ഒരു പെൻസിലോ പേന എന്തെങ്കിലും എടുത്തിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. മീനിങ്ങുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയാത്ത മീനിങ്ങുകൾ ചെറിയ ചെറിയ വേർഡിന്റെ ആണെങ്കിൽ പോലും നോട്ട് ചെയ്യാം. ഓക്കെ. Though the house and the grounds of our home in India were grandfather's domain അല്ലെ. Though the house, നമ്മുടെ ഹൗസും grounds of our home അല്ലെ, നമ്മുടെ ഇന്ത്യയിലുള്ള അങ്ങയുടെ വീടിന്റെ ആ ചുറ്റുഭാഗവും ആ ഭാഗമുള്ള ആ ഏരിയയും ആ ഗ്രൗണ്ട്സും ആ ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയ എന്തായിരുന്നു? വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. അതെല്ലാം നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഡൊമൈനിലായിരുന്നു അല്ലെ. അതൊക്കെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യമായിരുന്നു അല്ലെ, ഒക്കെ അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ജീവിച്ച ആളാട്ടോ. സോ the magnificent old banyan tree was mine chiefly. പക്ഷെ ഒന്നുണ്ട് മക്കളെ, മാഗ്നിഫിഷ്യന്റ് ആയിട്ടുള്ള ഒന്നുണ്ട്. എന്താണത്? ഗംഭീരമായിട്ട് അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഓൾഡ് ബനിയാൻ ട്രീ അല്ലെ. ഓൾഡ് ബനിയാൻ ട്രീ മാത്രം എന്താണ്? അത് ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറയാറുള്ള ചീഫ്
ചീഫ് എന്താ, ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് മാത്രം എന്താണ്, അത് ആർക്കുള്ളതായിരുന്നു, അവനുള്ളതായിരുന്നു. മീൻ ആ ബോയ്, നമ്മുടെ ആ കുട്ടിക്കുള്ളതായിരുന്നു. ബാക്കിയെല്ലാം അവന്റെ ഗ്രാൻഡ് ഫാദറിൻ്റെതായിരുന്നെങ്കിൽ പോലും ആ ബനിയൻ ട്രീ മാത്രം എന്തായിരുന്നു, അത് അവന്റേതായിരുന്നു. കാരണം ഗ്രാൻഡ് ഫാദർ, അവന്റെ മുത്തശ്ശൻ അറ്റ് ദ ഏജ് ഓഫ് 65, എത്ര ഏജ് ആയി മുത്തശ്ശന്? 65 അല്ലെ, 65 വയസ്സായി. സോ could no longer climb at it. അതുകൊണ്ടാണ് മക്കളെ അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയില്ല, ആ മരത്തുമ്മൽ കയറാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ മരം എന്തായത്, അവന്റേതായത് അല്ലെ. ഗ്രാൻഡ് മദേഴ്സ് യൂസ് ടു ടീസ് ഹിം. ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാറുണ്ട് മക്കളെ, അദ്ദേഹത്തെ കളിയാറാക്കാറുണ്ട്. ടീസ് ചെയ്യാൻ മീൻസ് എന്താ, കളിയാക്കുക കേട്ടോ, പരിഹസിക്കുക. എന്ത് പറഞ്ഞിട്ട്? അബൌട്ട് ദിസ്, അത് പറഞ്ഞിട്ട് അല്ലെ. ആ മരത്തുമ്മ കയറാനുള്ള ഏജാരുടെ മരത്തുമ്മ കയറാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഗ്രാൻഡ് മദർ കളിയാക്കാറുണ്ട് കേട്ടോ. Then and would speak of a certain countenance of ഡെസ്മോണ്ട് അല്ലെ, കൗണ്ടിനസ് അല്ലെ, എന്താണ്, നമ്മൾ രാജാവ്, പ്രഭുവിന്റെ ഭാര്യ അല്ലെ, പ്രഭുവിന്റെ ഭാര്യയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ, പ്രഭുവിന്റെ ഭാര്യയാണ് നമ്മൾ എന്ത് പറയാ, കൗണ്ടിനസ് അല്ലെ. എന്താണ്, പ്രഭുവിന്റെ ഭാര്യ അല്ലെ, ഡെസ്മോണ്ടിലുള്ള ഒരു പ്രഭുവിന്റെ ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത്. അതും പറഞ്ഞിട്ട് മുത്തശ്ശനെ കളിയാക്കാറുണ്ട്. എന്താ കാര്യം? ആൻ ഇംഗ്ലീഷ് വുമൺ, അത് ആരാണ്, ഒരു ഇംഗ്ലീഷ് വുമൺ ആണ് അല്ലെ, ഒരു ഇംഗ്ലീഷ് പ്രഭുവാണ്, ഒരു വുമൺ ആണ്. who lived to the age of 170 കേട്ടോ. അത് മാത്രല്ല, ചില സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ 126 പറയും, ചില ആളുകൾ 100 വയസ്സൊക്കെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു ഏജ് ഒന്നും കാണുന്നില്ല. പക്ഷെ നമ്മുടെ ബുക്കില് 117 വർഷം വരെ ജീവിച്ചിരുന്നിട്ടുണ്ട് ആ വ്യക്തി എന്നാ പറയുന്നത്. പക്ഷേ would have lived longer, ഇനി അത് കൂടുതൽ ജീവിക്കുമായിരുന്നു, if she hadn't fallen while climbing an apple tree. ഒരു ആപ്പിൾ മരത്തിന് കയറിയപ്പോഴാണ് ആ വ്യക്തി വീണത്. പക്ഷെ അവിടെ കയറിയില്ലായിരുന്നെങ്കിൽ പക്ഷെ ഈ വയസ്സിന്റെ മുകളിലോട്ടും ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. കാര്യം മനസ്സിലായല്ലോ, മുത്തശ്ശി ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് മുത്തശ്ശനെ കളിയാക്കാൻ കേട്ടോ. ആ മരത്തുമ്മ കയറിയ വീണ് പണിയാവും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ആ ഒരു 3 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു മരത്തുമ്മ കയറിയിട്ടാണ് മരിച്ചു പോയത്. മരത്തുമ്മ കയറിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, മരിക്കില്ലായിരുന്നു അല്ലെ. അപ്പൊ ഇനിയും ആയുസ് കിട്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം മുത്തശ്ശൻ 65 വയസ്സ് കഴിഞ്ഞ് അതിമ കയറിയിട്ട് മുത്തശ്ശൻ എങ്ങാനും പണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മുത്തശ്ശി ഇങ്ങനെ കളിയാക്കുന്നത്. ഓക്കെ. Then the spreading branches means ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്ന അല്ലെ. സ്പ്രെഡ് പറഞ്ഞാൽ എന്താ, എല്ലായിടത്തോട്ടും സ്പ്രെഡ് ആവാണ് അല്ലെ, എല്ലാ ഏരിയയിലോട്ടും വളർന്നു പോവാണ്, സ്പ്രെഡ് ആവാണ്. ദ ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ അല്ലെ, എല്ലാ ഭാഗത്തേക്കും ബനിയൻ ട്രീയുടെ ബ്രാഞ്ച് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്നുണ്ട്. വിച്ച് കേർവിഡ് അല്ലെ, അതിങ്ങനെ കേർവിഡ് വളഞ്ഞ് ടു ദ ഗ്രൗണ്ട്, അതിങ്ങനെ വളഞ്ഞിങ്ങനെ ഗ്രൗണ്ടിലോട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ടുണ്ട് അല്ലെ. ആൻഡ് ടു റൂട്ട് അഗെയിൻ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, വീണ്ടും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വീണ്ടും റൂട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഫോമിങ് എ മാസ് പറഞ്ഞ എന്താണെന്നറിയും, വളഞ്ഞ് പുളഞ്ഞ് അതിസങ്കീർണമായിട്ട് അങ്ങോട്ട് വളഞ്ഞിട്ട് ഇങ്ങോട്ട് ആൽമരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില ആൽമരങ്ങൾ ഭയങ്കര മനോഹരമായിരിക്കും കാണാൻ. പക്ഷെ കുറച്ചു നേരം അതിന്റെ വേരൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയൊക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവാം, കുറെ അങ്ങോട്ട് പോയിട്ടും കുറെ ഇങ്ങോട്ട് പോയിട്ടും അങ്ങോട്ട് സങ്കീർണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പുളഞ്ഞ് വളരെ സങ്കീർണമായ നൃത്തത്തിലാട്ടോ മാസ് ഉദ്ദേശിച്ചത്. ആർജസ് മീൻസ് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന കമാനങ്ങൾ എന്നാണ് കേട്ടോ. മാസസ് ഓഫ് ദ ആർജസ് മീൻസ് എന്താണ്, വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന കമാനങ്ങൾ എന്ന അർത്ഥത്തിൽ കേട്ടോ. ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെ കിടക്കുന്ന വേരുകൾ കേട്ടോ. ഗമി എൻഡ്ലെസ് പ്ലഷർ, ഇതൊക്കെ ആ കുട്ടിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഗമി എൻഡ്ലെസ് പ്ലഷർ അല്ലെ, മനസ്സ് നിറഞ്ഞ് സന്തോഷമാണ് അതൊക്കെ അവന് കൊടുക്കുന്നത് കേട്ടോ. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ഹൗസ്, എന്റെ വീടിനേക്കാൾ പ്രായമുണ്ട് ആ മരത്തിന്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, എന്റെ ഗ്രാൻഡ് ഫാദറിനേക്കാൾ പ്രായമുണ്ട്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ധറ അല്ലെ, ധറ അല്ലെങ്കിൽ ധറ എന്ന് പറയും. ധറ എന്ന് പറയുന്ന ടൗണിനേക്കാൾ പ്രായമുണ്ട്. ആ ടൗണ് എവിടെയാണ് മക്കളെ, നെസ്ലിം പറഞ്ഞാൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ എ വാല്യൂ അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ഹിമാലയ, ഹിമാലയത്തിന്റെ കാൽപാദങ്ങൾക്ക് ഇടയിൽ തായ്വാരത്തിലുള്ള ഒരു പ്ലേസ് ആണ് ഈ ദഹ്റ എന്ന് പറയുന്നത് കേട്ടോ. അത് ദഹ്റ എന്ന് നെസ്ലിൻ പറഞ്ഞ എന്താ, കൂടുകൂട്ടുക. ഇവിടെ കൂടുകൂട്ടുക പറഞ്ഞ എന്താ, ആ പ്ലേസ് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാട്ടോ. എവിടെ, ഒരു വാലിയിലാണ്, ഹിമാലയത്തിന്റെ ഫുഡായുള്ള ഒരു വാലിയിലാണ് ഈ ദഹ്റ അറിയുന്നത്. അതിനേക്കാൾ പ്രായവും ഗ്രാൻഡ് ഫാദറിനേക്കാൾ പ്രായവും ഹൗസിനേക്കാൾ പ്രായവും ഉണ്ട് ആർക്ക്, ഈ ബാനിയൻ ട്രീന്. ക്ലിയർ? മൈ ഫസ്റ്റ് ഫ്രണ്ട് എന്റെ ആദ്യത്തെ കൂട്ടുകാരൻ. ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്കുറൽ അല്ലെ, ഒരു സ്കുറൽ ആണ് അല്ലെ, ഒരു ഗ്രേ കളറിലുള്ള സ്കുറൽ ആണ് അദ്ദേഹത്തിന്റെ ആദ്യ കൂട്ടുകാരൻ അല്ലെ. ഈ ഒരു സ്റ്റോറി നിങ്ങൾ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം.
ഈ സ്റ്റോറിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 പാർട്ടായിട്ട് തിരിക്കുക. ഈ സ്റ്റോറി ഒരു 3 പാർട്ടാണ് കേട്ടോ. വായിച്ചങ്ങനെ പോകാൻ പറ്റുന്ന ഒരു നല്ല കഥയാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ മക്കളെ, ഒരു 3 പാർട്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാ വെച്ചാൽ, ഫസ്റ്റ് പാർട്ടില് ഈ ബനിയാൻ ട്രീയും ഈ ബോയും ഈ കുട്ടി അല്ലെ, ബോയുടെ റിലേഷൻ വിത്ത് ദ ബനിയാൻ ട്രീ ആൻഡ് സ്കുറൽ അല്ലെ, അത് ആ ബനിയാൻ ട്രീയും സ്കുറലും തമ്മിലുള്ള റിലേഷൻ ആണ് അതിന്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട്. ദെൻ സെക്കൻഡ് പാർട്ടോ അതൊരു ഫൈറ്റ് ആണ്, ഫൈറ്റ് ബിറ്റ്വീൻ ദ മോങ്കോസ് ആൻഡ് കോബ്ര അല്ലെ, ഒരു സ്നേക്കും ഒരു മോങ്കോസും തമ്മിലുള്ള എന്താണ്, ഫൈറ്റ് ആണ്. മൂന്നാമത്തെ പാട്ട് ഏതാ വരുന്നത്, ഒരു സ്കുറലും അതുപോലെ വൈറ്റ് റാറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് മൂന്നാമത്തെ പാട്ട്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ സ്റ്റോറി, ഐ മീൻ ഈ ഒരു പ്രോസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇത് കേട്ടോ. ഏത്, മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്കുറൽ അല്ലെ, ഒരു ഗ്രേ കളറുള്ള സ്കുറൽ ആയിരുന്നു അവന്റെ ഫ്രണ്ട് അല്ലെ. ആർക്കിംഗ് ഹിസ് ബാക്ക്, ആർക്കിംഗ് ആണ് എന്താണ്, ഇങ്ങനെ വളഞ്ഞ് അവനിങ്ങനെ അവന്റെ ബാക്ക് ഇങ്ങനെ വളക്കും അല്ലെ. ആർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളക്കുക കേട്ടോ. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, സ്നിഫിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ അണ്ണാന്മാര് ഭക്ഷണം കഴിക്കുമ്പോഴും അണ്ണാന്മാരൊക്കെ നിങ്ങൾ ചുമരുമ്പിലും മതിലുമ്പിലൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, ഇങ്ങനെ 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 മണക്കുക, ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ മണക്കുക, ഇങ്ങനെ ഇങ്ങനെ മണത്തിട്ടാണ് അവരിങ്ങനെ പോവുക അല്ലെ. ആ ഒരു സ്നിഫിങ് ആണ്, ആ ഒരു സ്മെല്ല് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് സ്നിഫിങ് എന്ന് പറയാ കേട്ടോ, മണക്ക കേട്ടോ. ഇൻ ടു ദ എയർ അല്ലെ, എയർ ഇങ്ങനെ മണത്തോണ്ട് പോകും. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെറ്റ് മൈ ഇൻവെൻഷൻ ഓഫ് ഹിസ് പ്രൈവസി. പ്രൈവസി പറഞ്ഞ അതിന്റെ ഒരു സ്വാതന്ത്ര്യം കേട്ടോ. ഇൻവെൻഷൻ മീൻസ് കടന്നു കയറ്റം. റീസൺ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല, വെറുത്തു, ഡിസ്ലൈക്ക് എന്നൊക്കെ അർത്ഥം അല്ലെ. അപ്പോ ഈ ബോയുടെ, ഈ കുട്ടിയുടെ കടന്നു കയറ്റം, ഐ മീൻ ആ മരം അവന്റേത് മാത്രമായിരുന്നു എന്നുള്ള ഒരു ഇതിലിങ്ങനെ ആയിരുന്നല്ലോ ആ സ്കുറൽ അവിടെ ജീവിച്ചത്. അപ്പൊ ഈ കുട്ടിയുടെ ആ മരത്തിലേക്കുള്ള ചെല്ലലും ആ മരത്തിന്മേൽ ആ കുട്ടി ഉപയോഗിക്കുന്നത് കാണുമ്പോഴും ആ കടന്നു കയറ്റം ഈ അണ്ണാൻ കുഞ്ഞിന് ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ. പക്ഷേ വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റബെൽറ്റ് ഓർ അയറുകൾ അല്ലെ, കാറ്റ്ബെൽറ്റ് ആർ അയറുകൾ അല്ലെ, എന്താണ് കവണ അല്ലെ, കവണയോ എയർഗണ്ണോ ഒന്നും എന്റെ കയ്യിൽ കാണാത്തപ്പോ പിന്നെ എന്തായി, അവന് ഓക്കെ ആയിട്ടോ. ഹി ബിക്കം ഫ്രണ്ട്ലിയർ, അവൻ എന്തായി മാറി, ഫ്രണ്ടായിട്ട് മാറിട്ടോ, അവൻ വീണ്ടും ഒരു ഫ്രണ്ടായിട്ട് പെരുമാറിട്ടോ. And when I started leaving him piece of cake and biscuit, he grew bolder അല്ലെ. എന്തായി, ഞാൻ അവന് ബിസ്ക്കറ്റും കേക്കിന്റെ പീസൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ എന്തായി മാറിയിട്ടുണ്ട്, അവന് എന്തായി, ഞങ്ങളുടെ ബന്ധം എന്തായി മാറി, ഒന്നും കൂടെ ബോൾഡായി അല്ലെ. അവന് ഞങ്ങളുടെ ബോൾഡ് എന്തായി, ഒന്നും കൂടെ വളർന്നു കേട്ടോ, ഗ്രൂ ആയി ചെയ്തു കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായി, ഒന്നും കൂടെ വളർന്നു. ആൻഡ് ഫൈനലി അവസാനം became familiar enough to take food from my hand. എന്തായി, അവന് ഫെമിലിയർ ആയി തുടങ്ങി, ഫുഡ് ഫ്രം മൈ, അവൻ ഞാൻ കൊടുക്കാതെ തന്നെ അവൻ എന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഫുഡ് എടുത്ത് പോയി കഴിക്കാനൊക്കെ തുടങ്ങി. അത്രത്തോളം ഞാനുമായിട്ട് എന്തായി, അറ്റാച്ച് ആയി, ഫെമിലിയർ ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? മീനിങ്ങുകൾ ഞാൻ പറയുന്നതിന്റെ പുറമെ ഇവിടെ താഴെ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ഞാൻ പറയുമ്പോ തന്നെ ചെറിയ ചെറിയ വേർഡിന്റെ മീനിങ് ഒക്കെ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ബിഫോർ ലോങ് പിന്നെയും എന്ത് ചെയ്യാ, പിന്നെയും he was delving into my pockets അല്ലെ. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം എന്താണ് മാറ്റം വന്നത്, he was delving എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എന്തിനെങ്കിലും ഉള്ളിലോട്ട് ഇങ്ങനെ കയറി നോക്കൂലേ അല്ലെ, അങ്ങനെ കേട്ടോ. he was delving into my pocket and helping himself to whatever he could find അല്ലെ. അവൻ അവസാനം എന്ത് ചെയ്തു, ബന്ധം കൂടി കഴിഞ്ഞപ്പോ എന്റെ പോക്കറ്റിന്റെ ഉള്ളിലോട്ട് തലയിട്ട് നോക്കിയിട്ട് അവന് ഹെൽപ്പ് ഹിംസെൽഫ് വാട്ടർ ഹി കുഡ് ഫൈൻഡ്, അവന് വേണ്ടതൊക്കെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്വന്തമായിട്ട് തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങുന്ന അത്രത്തോളം ബന്ധമായി കേട്ടോ. He was a very young squirrel. അവന് വളരെ യങ് ആയിട്ടുള്ള ഒരു സ്കുറൽ ആയിരുന്നു. And his friends are relatives, and ഫ്രണ്ട്സും റിലേറ്റീവ്സും probably thought that him headstrong and foolish. അവനൊരു ഹെഡ്സ്ട്രോങ് ആണ്, അവന് ഹെഡ്സ്ട്രോങ് ആണ്, ധൈര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ അവനൊരു ഫൂളിഷ് ആയിരിക്കും. ഹെഡ്സ്ട്രോങ് ആയിട്ടാണ്, ധൈര്യമുള്ള ഒരു വിഡ്ഢിയാണ് എന്നാണ് പറയുന്നത്. ഫോർ ട്രസ്റ്റിംഗ് എനി ഹ്യൂമൻ, ഒരു മനുഷ്യന് ഇത്രത്തോളം ട്രസ്റ്റ്, വിശ്വസിച്ചതിന് ഹെഡ്സ്ട്രോങ് കാരണം ധൈര്യം കേട്ടോ. ഒരു മനുഷ്യന് ഇത്രത്തോളം വിശ്വസിക്കുന്നത് കണ്ടിട്ട് അവന്റെ ഫ്രണ്ട്സും അവന്റെ റിലേറ്റീവ്സും ഒക്കെ അപ്പൊ അവനൊരു വിഡ്ഢിയായിട്ടൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക അല്ലെ. കാരണം ഒരാളുടെ പോക്കറ്റിലൊക്കെ പോയി ഭക്ഷണം എടുക്കുക, അതിന്റെ കൂടെ കളിക്കാവോ റേഞ്ചിലോട്ടൊക്കെ മാറുമ്പോൾ അങ്ങനെ അവന്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ചിന്തിക്കുന്നുണ്ടാവും എന്നാണ് ഇവിടെ ആര് പറയുന്നത്, നമ്മുടെ ബോയ് പറയുന്നത് കേട്ടോ. ഐ മീൻ റസ്കിൻ ബോണ്ട് അല്ലെ, അത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കഥയാട്ടോ അത്.
in the spring. ഇനി സ്പ്രിംഗില് സ്പ്രിംഗ് കാലം വരുമ്പോൾ when the banyan tree was full of small red figs കേട്ടോ. ഫിക്സ് പറഞ്ഞാൽ ഇങ്ങനെ ചുവന്ന കായ്കൾ വരും. എവിടെ? ഈ ബനിയാൻ ട്രീമിൽ ഫുള്ള് വരും സ്പ്രിംഗ് സീസൺ ആകുമ്പോ കേട്ടോ. അപ്പോ ബേർഡ്സ് ഓഫ് ഓൾ കിഡ്സ് will flock into its branches. ഫ്ലോക്ക് പറഞ്ഞാൽ കൂട്ടമായിട്ട് വരികയാണ് അല്ലെ. എല്ലാ ടൈപ്പ് പക്ഷികളും എന്ത് ചെയ്യും? കൂട്ടമായിട്ട് അതിന്റെ ബ്രാഞ്ചസിൽ വരും. ദ റെഡ് ബോട്ടംഡ്, ഇനി ആ കുറച്ച് പക്ഷികളുടെ പേര് പറയാൻ കേട്ടോ. വരുന്ന കുറച്ച് പക്ഷികളുടെ പേരാണ് റെഡ് ബോട്ടംഡ് ബുൾബിൾ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതുപോലെ അത് ഭയങ്കര ചിയർഫുൾ ആണ്. ഭയങ്കര റെഡ് ബോട്ടംഡ് ബുൾബിൾ ഭയങ്കര ഹാപ്പിയാണ്, ചിയർഫുൾ ആണ് കേട്ടോ. ആൻഡ് ഗ്രീഡി, അതുപോലെ ഭക്ഷണത്തോട് ഭയങ്കര അത്യാഗ്രഹമാണ് കേട്ടോ. റെഡ് ബോട്ടം ബുൾബിൾ എന്താണ്? ഭയങ്കര ഹാപ്പിയുമാണ്, പക്ഷെ ആള് ഭയങ്കര ഗ്രീഡിയാണ്. എന്താണ്? ഭയങ്കര ഭക്ഷണത്തോട് ആർത്തി കേട്ടോ. ഗ്രീഡി മീൻസ് ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് അല്ലെ. റോസി പാസ്റ്റേഴ്സ് പറയുന്ന പക്ഷിയൊക്കെ അടിച്ചു നോക്കുക. അപ്പൊ അതിന് ഗോസിപ്പിംഗ് എന്നിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ വർത്താനൊക്കെ ഗോസിപ്പ് പറയുക, ഒരു കുറ്റം അവിടെ പോയി പറയാം. അങ്ങനെയാണ് അതിന് ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് പാരസ് ആൻഡ് ഗ്രോസ് അല്ലെ. തത്ത ആൻഡ് ഗ്രോസ് കാക്കകളും ആൻഡ് സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലകലാന്ന് പറഞ്ഞിട്ട് കലഹിക്കല്ലേ. പക്ഷികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കലപലാന്ന് പറയുന്നുണ്ടാവും. അതിനാണ് സ്ക്വാബ്ലിംഗ് എന്ന് പറയാം അല്ലെ. സ്ക്വാബ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഇങ്ങനെ ഈ പക്ഷികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇങ്ങനെ സ്ക്വാബ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കലപലാന്ന് പറഞ്ഞ് കലഹിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ അല്ലെ. ആ ഫിഗ് സീസണില് ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ് അല്ലെ. ആ റോഡിൽ ഏറ്റവും ബഹളം പിടിച്ചിട്ട് ഒരു പ്ലേസ് എന്തായിരിക്കും മക്കളെ? ഈ ഒരു ബനിയൻ ട്രീയുടെ പ്ലേസ് ആയിരിക്കും. ക്ലിയർ? ഇവിടെ നിങ്ങൾക്ക് കാണാം, ആരെ കാണുന്നുണ്ട് ഇവിടെ? നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ ചെറിയ കുട്ടിക്കാലം അല്ലെ. അദ്ദേഹവും ആ സ്കുറൽ കണ്ടോ, നമ്മുടെ ആ സ്കുറൽ, ആ കുഞ്ഞി യങ് ആയിട്ടുള്ള സ്കുറൽ, അവർ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആട്ടോ ഈ പിക്ചറിലൂടെ കാണുന്നത്. then halfway up the tree അല്ലെ. halfway up the tree, ആ ട്രീയുടെ ഒരു പകുതി ഭാഗത്ത് I had built a small platform on which I would often spend the afternoon when I was in too hot അല്ലെ. ടൂ ഹോട്ട് ആണ്, നല്ല ചൂടുള്ള സമയത്ത് വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ, സമയം ചെലവഴിക്കാൻ, പലപ്പോഴായിട്ടും സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആ ബോയ് എന്ത് ചെയ്തു? ഒരു സ്മോൾ പ്ലാറ്റ്ഫോം എവിടെ ബിൽഡ് ചെയ്തു? അതിന്റെ ഒരു ഹാഫ് വേ എത്തും, ആ ട്രീയുടെ ഒരു പകുതിയിലെത്തുമ്പോൾ അവൻ അവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഒക്കെ നിർമ്മിച്ചു. അവനിങ്ങനെ ചൂട് കാലം, നല്ല ചൂടാകുമ്പോൾ വൈകുന്നേരം പോയിട്ട് ഒന്ന് സമയം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, then I could read there. അവൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും മക്കളെ? അവൻ അവിടെ ഇരുന്നിട്ട് വായിക്കും. I could read there, propping myself up against the bole of the tree with the cushions take from the drawing room അല്ലെ. അതുപോലെ അവൻ എന്ത് ചെയ്യാണ് മക്കളെ? പ്രോബിങ്. എന്താ പ്രോബിങ് എന്ന് പറഞ്ഞാൽ? പ്രോബിങ് മീൻസ് എന്താ വെച്ചാൽ ഇങ്ങനെ ചാരി ഇരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ ബേക്കിൽ ഇങ്ങനെ കുഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കല്ല, ഇങ്ങനെ ചാരി ഇരിക്കുമല്ലോ, അതിനാണ് പ്രോബിങ് മൈസെൽഫ് അല്ലെ. അവൻ അവിടെ ഇരുന്നിട്ട് ചാരി ഇരിക്കും. എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ അല്ലെ. എവിടെയാണ്? ഒരു മരത്തിന്റെ തടിയുടെ ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവൻ ഇങ്ങനെ ചാരി ഇരിക്കും. വിത്ത് ദ ക്യൂഷൻസ് അല്ലെ. അവന് ക്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇങ്ങനെയാണ് ചെറിയ സോഫമേലൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ പില്ലുണ്ടാവില്ലേ, ചെറിയ തലയിണ, അതാണ് കുഷൻ എന്ന് പറയാ. ടേക്ക് ഫ്രം ദ ഡ്രോയിങ് റൂം അല്ലെ. അവന്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തിട്ടുള്ള കുഷനൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതിലിരുന്നിട്ട് ഇങ്ങനെ കിടന്ന് ചാരി ഇരുന്ന്, ആ പ്ലാറ്റ്ഫോം, അവൻ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ ചാരി ഇരുന്നിട്ട് അവൻ എന്ത് ചെയ്യും? ബുക്കുകൾ വായിക്കും. ഓക്കെ, ട്രഷർ ഐലാൻഡ്. ഇനി കുറച്ച് ബുക്കുകളുടെ പേരാട്ടോ, അവര് വായിച്ച കുറച്ച് ബുക്കുകളുടെ പേരാണ്. ട്രഷർ ഐലാൻഡ്, then Huckleberry Finn, the Mowgli stories and the novels of the Edgar Rice Burroughs and the Lucia May Alcott made up the bag. Very mixed. ഇതൊക്കെ എന്താ വെച്ചാലേ ഡിഫറെന്റ് ആയിട്ട് കഥകള്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കഥകൾ എഴുതുന്ന ആളുകളാട്ടോ. ഐ മീൻ, അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കഥകൾ വായിക്കുന്നുണ്ട്, നോവലുകൾ വായിക്കുന്നുണ്ട്. എന്താ അല്ലെ, ഏത് പ്രായത്തിലാണ് ഇപ്പൊ വായിക്കുന്നത്? നമ്മളാണെങ്കിൽ ഇപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യായിരിക്കില്ല മക്കളെ, മരത്തിന്റെ വീട്ടിലിരുന്നിട്ട്. സോ അപ്പൊ ഇത്രയും ബുക്കുകൾ ഇപ്പൊ തന്നെ മനസ്സിലായി ഇയാളെങ്ങനെ റൈറ്റർ ആയതെന്ന് അല്ലെ. അപ്പൊ ഇത്രയും ബുക്കുകൾ മേഡപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ് അല്ലെ. ഇതെന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മിക്സ്ഡ് റീഡിങ് ആയിരുന്നു അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കഥകളാണ്. ഒരു പ്രത്യേക ഒരു കാറ്റഗറി അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആളുകളുടെ എഴുത്തുകാരുടെ ബുക്കുകളാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് വായിച്ചിരുന്നത്. ഓക്കെ,
when I did not feel like reading, എനിക്ക് ചില സമയത്ത് വായിക്കാൻ തോന്നാത്ത സമയത്ത് I could look down through the banyan leaves at the world below. താഴത്തുള്ള എൻ്റെ ആ ലോകം ഞാൻ എന്ത് ചെയ്യും, ഈ ബനിയാൻ ട്രീന്റെ ലീവ്സിന്റെ അടിയിൽ കൂടെ, ഇലകളുടെ അടിയിലൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വായിക്കാൻ മൂടില്ലാത്ത ടൈമില് താഴെയുള്ള ആ ലോകം ഈ ബനിയാൻ ട്രീയുടെ ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ താഴോട്ട് നോക്കും. ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് പറഞ്ഞ എന്താ, ഇങ്ങനെ തൂക്കിയിടുക കേട്ടോ. ഓർ ടേക്കിംഗ് ഡൗൺ, അതിന് ഇങ്ങനെ എടുക്കുക അല്ലെ. ദ വാഷിംഗ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ ഹാങ് ചെയ്യുക, അതിൽ നിന്ന് എടുക്കുക. ഇതൊക്കെയാണ് താഴെ. സ്വാഭാവികമായിട്ടും മേലെ നിന്ന് നോക്കുമ്പോൾ ഡ്രസ്സ് അയലും ഡ്രസ്സ് ഇടുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതും അതുപോലെ എടുക്കുന്നതും കാണും. അറ്റ് ദ കുക്ക് കോറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെണ്ടർ അല്ലെ. ഫ്രൂട്ട് വെണ്ടർ പറഞ്ഞ ഫ്രൂട്ട്സ് കച്ചവടക്കാരനുമായിട്ട് കോറലിംഗ് ചെയ്യുക അല്ലെ. എന്ത് ചെയ്യാണ്, കച്ചറ ഉണ്ടാക്കുക അല്ലെ. ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വാക്ക് തർക്കം അല്ലെ. റൈറ്റിന്റെ പേരിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്ക് തർക്കം ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. അത് ഗ്രാൻഡ് ഫാദർ ക്രംബ്ലിംഗ് ആണ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ്, പിറുപിറുക്കാണ് അല്ലെ. അറ്റ് ഹാഡി ഇന്ത്യൻ മേരി ഗോൾഡ് തന്നെ അറിയില്ലേ, മേരി ഗോൾഡ് സൂര്യകാന്തി. വിച്ച് മാരിഗോൾഡ് മീൻസ് സൂര്യകാന്തി അല്ല, മല്ലിക കേട്ടോ. വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ അല്ലെ. എന്ത് ഇംഗ്ലീഷ് ഗാർഡൻ, എന്താ ഇങ്ങനൊരു യൂസ്? ഇംഗ്ലീഷ് ഗാർഡൻ, ഇന്ത്യൻ ഗാർഡൻ എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവര് ഇയാള് ഇംഗ്ലീഷുകാരനാണല്ലോ. ഇയാളുടെ അച്ഛൻ എന്താണ്, ഇയാളുടെ അച്ഛൻ ഇംഗ്ലീഷാണ്, ബ്രിട്ടീഷുകാരനാണല്ലോ അല്ലെ. അപ്പൊ അവർ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നട്ടുപിടിപ്പിച്ച് ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ആണ് അല്ലെ. അവിടുത്തെ ചെടികളൊക്കെ ചിലപ്പോൾ നമ്മുടെ ചെടികളാവില്ല, എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇയാൾ ഇങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന ഇയാളുടെ ഇംഗ്ലീഷ് ഗാർഡന്റെ ഇടയിൽ കൂടെ ആര് വന്നുണ്ടാവും മക്കളെ, നമ്മുടെ ഇന്ത്യൻ മാരിഗോൾഡ് അങ്ങ് ഉണ്ടാവും അല്ലെ. നമ്മുടെ ചെടി അങ്ങനെയാ, ചില സമയത്ത് നമ്മൾ വളർത്തിയാലൊന്നും ഉണ്ടാവില്ല. മഴക്കാലം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുറ്റം ഫുള്ള് ചെടി വിത്ത്, നമ്മള് പാകമൊന്നും വേണ്ട, ഫുള്ള് വിത്തും ചെടികളും അല്ലെ. അതേപോലെ ഹാർഡ്ലി ഇന്ത്യൻ മേരിഗോൾഡ് അതിന് പകരമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഫാദർ എന്ത് ചെയ്യും, ഇങ്ങനെ പിറുപിറുക്കും അല്ലെ. ഈ ഒരു മാരിഗോൾഡ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ വന്നിട്ട് അദ്ദേഹം അത് ഇങ്ങനെ പിറുപിറുക്കുന്നതാണ് കേട്ടോ കുട്ടി കാണുന്നത്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയാൻ ട്രീ. അങ്ങനെ ഡെയിലി എന്ത് ചെയ്യും, യൂഷ്വലി സാധാരണയായിട്ട് നത്തിങ് വെരി എക്സൈറ്റ്, അങ്ങനെ എക്സൈറ്റഡ് ആ മാത്രമൊന്നും അത്ഭുതപ്പെടാൻ മാത്രമൊന്നും കാര്യമായിട്ട് ഒന്നും തന്നെ ഞാൻ ബനിയാൻ ട്രീന്റെ മുകളിൽ ഇരുന്ന് ആ വേളയിലൊന്നും സംഭവിക്കാറില്ല കേട്ടോ. പക്ഷേ ഓൺ വൺ എ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു ഒരു സ്പെഷ്യൽ ഡേ, ഒരു സ്പെഷ്യൽ ആഫ്റ്റർനൂൺ അല്ലെ, ഒരു വൈകുന്നേരത്തെ ഒരു സ്പെഷ്യൽ വൈകുന്നേരം എന്തായി ഹാർഡ് ഇനഫ് എക്സൈറ്റഡ്, എനിക്ക് എക്സൈറ്റഡ് ആ മാത്രം ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ അല്ലെ. ആ സമ്മറിൽ എനിക്ക് എക്സൈറ്റഡ് ആ മാത്രമുള്ള ഒരു കാര്യം എന്ന് സംഭവിച്ചു, ഒരു പെർട്ടിക്കുലർ ആഫ്റ്റർനൂണിൽ സംഭവിച്ചു കേട്ടോ. അതെന്താ നമുക്ക് നോക്കല്ലേ. That was the time I saw a mongoose and a cobra fight to death in the garden. ഇതാണ് കേട്ടോ ഇതിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ പാർട്ട് എന്താണ്, ഒരു മാംഗൂസ് മീൻസ് എന്താ മക്കളെ, കീരി അല്ലെ. കീരി അല്ലെങ്കിൽ പെരിച്ചായി എന്ന് പറയില്ല, കീരി തന്നെ അല്ലെ. പെരിച്ചായി അല്ലെങ്കിൽ കീരി അല്ലെ, ആ ഒരു ഇതാണ് കേട്ടോ. ആൻഡ് കോബ്ര മീൻസ് ഇവിടെ കോബ്ര തന്നെ കേട്ടോ, കോബ്ര അല്ലേ, കോബ്ര പാമ്പ് കേട്ടോ. ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ അല്ലെ. അതെന്ത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്തിട്ട് ഗാർഡനിലും ഡെത്ത് ആവാണ് അല്ലെ, മരിക്കാണ്. ഇതാണ് അവൻ കണ്ട കാഴ്ച, അവൻ എക്സൈറ്റഡ് ആയി കണ്ട കാഴ്ച കേട്ടോ. while I sat directly above them in the banyan tree. അതാണ് അല്ലെ. എപ്പോ അവൻ ബനിയാൻ ട്രീയുടെ മുകളിൽ ഇരുന്ന ടൈമിൽ, ആ വേളയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് മരിക്കുന്നത്. ആ ഒരു കറക്റ്റ് മുകളിൽ നല്ല കറക്റ്റ് വ്യൂവിൽ ഇങ്ങനെ അവൻ മുകളിൽ ഇരുന്ന ടൈമിലാണ് ഇവർ താഴത്ത് ഈ ഫൈറ്റ് കൂടിയിട്ട് മരിക്കുന്നത്. അതായിരുന്നു ആ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ആ കാഴ്ച. ഓക്കെ, then it was an April afternoon. ഇനി അത് പറയുന്നതിന് മുമ്പ് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഒരു ഏപ്രിൽ ആഫ്റ്റർനൂണിലെ വൈകുന്നേരത്തെ ഒരു ഏപ്രിലെ ഒരു വൈകുന്നേരം. And the warm breezes of approaching summer had sent everyone അല്ലെ. ആ കാറ്റിലെ വാം കാറ്റ് എന്ത് ചെയ്തു, അപ്രോച്ചിങ് സമീപിക്കുക. സമ്മർ ഹാഡ് സെന്റ് everyone including grandfather indoor in എന്ന് പറഞ്ഞ എന്താ മക്കളെ, ഈ ചൂട് കാറ്റും ചൂടും ഒക്കെ പാടെ എന്ത് ചെയ്തു, എല്ലാരും ഉള്ളിലോട്ടാക്കിയില്ല. ആരും പുറത്തില്ല. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എല്ലാരും എന്ത് ചെയ്തു, വീടിന്റെ ഉള്ളിലാക്കി. പുറത്ത് ഭയങ്കര ചൂട്. അപ്പൊ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും എല്ലാരും ഓട്ടോമാറ്റിക്കലി വീടിന്റെ ഉള്ളിലോട്ട് പോയിട്ടോ.
and he was feeling drowsy myself. അവനും തന്നെ എന്ത് ചെയ്തു, ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ സ്വയം തോന്നി തുടങ്ങി. I was wondering if I should go to pond behind the house for a swim. അല്ലെ, ബേക്കിലൊരു കുളം ഉണ്ട് അല്ലെ, അവരുടെ വീടിന്റെ ബേക്കില്. സ്വിം പറഞ്ഞ നീന്ത, പോണ്ട് മീൻസ് ബിഹൈൻഡ്, ബിഹൈൻഡ് പറഞ്ഞ പിന്നിൽ, ഒരു പോണ്ട് മീൻസ് കുളം അല്ലെ. ബേക്കിലുള്ള കുളത്തിൽ പോയിട്ടൊന്ന് നീന്തിയാ വരെ അവന് ചിന്തിക്കാണ് അല്ലെ, അത്രയും ചൂടും ക്ഷീണവും ഒക്കെ കാരണം കേട്ടോ. when he saw huge black cobra, എന്താണ്, അപ്പോൾ അവൻ കണ്ടു ഒരു ഹ്യൂജ് ബ്ലാക്ക്, വലിയൊരു ബ്ലാക്ക് കളറിലുള്ള കോബ്ര ക്ലൈഡിങ് ഔട്ട്. എങ്ങനെയാണ്, പുറത്തോട്ട് ഇങ്ങനെ വരിക അല്ലെ, അതിനാണ് ക്ലൈഡിങ് ഔട്ട് എന്ന് പറയാട്ടോ. ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ് എന്നാ പറയുന്നത്. എന്താണ്, കാക്ടസിന്റെ ഒരു കൂട്ടം അല്ലെ, എന്താണ്, ഈ മുൾച്ചെടികളുടെ ഒരു കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു കോബ്ര ഇങ്ങനെ അല്ലെ പുറത്തോട്ട് വരാം അല്ലെ. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. എന്തിനാണ്, ഈ അതിന്റെ ഒരു ചൂടല്ലേ, ചൂട് കാലത്ത് ഈ പാമ്പോളൊക്കെ പൊത്തിൽ നിന്നും പുറത്തു വരും പറയുന്ന പോലെ തന്നെ ഗാർഡനിൽ ഒരു തണുപ്പ് പാർട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കോബ്ര എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം, ആ സെയിം ടൈം തന്നെ മാംഗൂസ്, ഒരു മാംഗൂസ് അല്ലെ, ഒരു മാംഗൂസ്. ഞാൻ മാംഗൂസിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ബ്രാക്കറ്റില്. ഹൂം ഐ ഹാഡ് ഓഫൻ സീൻ. അവൻ എപ്പോഴൊക്കെ അവൻ ഇടക്കിടക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ആ മാംഗൂസ് എമർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെന്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര അല്ലെ. അതും എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ബുഷുകളുടെ ഇടയിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത് കേട്ടോ. മാംഗോസ് ബുഷുകളുടെ ഇടയിൽ നിന്നും, മറ്റേത് കാക്ടസ് ആട്ടോ. ബുഷുകളുടെ ഇടയിൽ നിന്നും പുറത്തോട്ട് വന്നിട്ട് വെന്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര അല്ലെ. കോബ്രക്ക് നേരെ ഇങ്ങനെ വരുന്നുണ്ട്. കോബ്ര അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലംസിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ, കാക്ടസിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. ബുഷിന്റെ അവിടുന്ന് ആര് വരുന്നുണ്ട് മക്കളെ, മാംഗോസും വരുന്നുണ്ട് കേട്ടോ. സെറ്റായല്ലോ, നോക്കാം. അപ്പൊ സാഹചര്യം റെഡി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എന്താ സംഭവിക്കാന്ന് നോക്കാം. ഇനി ക്ലിയറിംഗ് ബിനീത്ത് എ ട്രീ അല്ലെ. മരത്തിന്റെ താഴെ കാളും പിള്ളൊന്നും പിടിച്ച് കിടക്കുന്നില്ല, ക്ലിയർ ആയിട്ടുള്ള മരത്തിന്റെ താഴെ ഒരു പ്ലേസില് ഇനി ബ്രൈറ്റ് സൺഷൈൻ ദേ കേം ഫേസ് ടു ഫേസ് അല്ലെ. നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ സൺഷൈൻ വരുന്നുണ്ട് അല്ലെ, സൂര്യപ്രകാശമൊക്കെ വന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ദേ കേം ഫേസ് ടു ഫേസ്. അവരിങ്ങനെ മുഖാമുഖം ഇങ്ങനെ നോക്കി നിൽക്കട്ടെ മക്കളെ, ഇപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കും. നോക്കാം. Cobra knew only too well that the crew mangoes അല്ലെ. കോബ്രക്ക് അറിയാം only too well that the crew mangoes, ആ ഗ്രേ മാംഗോസിനെ കുറിച്ച് കോബ്രക്ക് എന്ത് ചെയ്യാം, only too well that, അത്യാവശ്യം അറിയാം. എന്തറിയാം, ഫീൽ ലോങ് വാസ് എ സൂപ്പർ ഫൈറ്റർ. എന്താണ്, അത് അത്യാവശ്യം വലിയൊരു ആളാണെന്നുള്ളതും, അത്യാവശ്യം വലിയ ഫീറ്റ് ലോങ് ആണെന്നുള്ളതും, അതുപോലെ സൂപ്പർ ഫൈറ്റർ ആണ്, നല്ല അടിപൊളി ഒരു അടിക്കാരനാണ് അല്ലെ, അടിപൊളി ഫൈറ്റർ ആണ്, ക്ലവർ ആണ്, ബുദ്ധിമാനാണ്, ആൻഡ് അഗ്രസീവ് ആണ് അല്ലെ, അക്രമാസക്തനാണ്. ഇത്രയുമാണ് മാംഗോസ് എന്നുള്ളത് നമ്മുടെ കോബ്രക്ക് അറിയാട്ടോ. അപ്പൊ ഇത്രയാണ് മാംഗോസ് അല്ലെ. മാംഗോസിനെ കുറിച്ച് പറയാനുള്ള ഡയലോഗുകളാണ് അതൊക്കെ കേട്ടോ. ഫീറ്റ് ലോങ്, സൂപ്പർ ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള മാംഗോസ്. ഓക്കെ, ഇനി നോക്കാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ. കോബ്ര മോശക്കാരനൊന്നല്ല, വളരെ സ്കിൽഫുൾ ആണ് കേട്ടോ, കഴിവുള്ള ആളാണ്, എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ആണ് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ് അല്ലെ. ഒരുപാട് അനുഭവങ്ങളുണ്ട് ഫൈറ്റ് ചെയ്ത്. അങ്ങനെ അനുഭവസ്ഥനായിട്ടുള്ള ഒരു ഫൈറ്റർ ആണ് ആര്, കോബ്ര. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി. പെട്ടെന്ന് അവൻ എന്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെ തിടുക്കത്തിൽ അവൻ ഇങ്ങനെ മൂവ് ചെയ്യും. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. എങ്ങനെയും സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വേഗത്തിൽ അവന് അടിക്കാൻ കഴിയും. സ്ട്രൈക്ക് മീൻസ് ഇവിടെ ഒരു അടി ആണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെ, പ്രകാശ വേഗത്തിൽ തല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഒരു മിന്നല് പോലെ വന്നിട്ട് അടിച്ചിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതാണ് കേട്ടോ. സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ദ സാക്സ് ബിഹൈൻഡ്. സാക്സ് പറഞ്ഞാല് ഈ അവരുടെ ആ വിഷമൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുള്ള ഒരു സഞ്ചി കേട്ടോ, അതിനാണ് സാക്സ് എന്ന് പറയുന്നത്. ബിഹൈൻഡ് ഇസ് ലോങ് അല്ലെ, അതിന്റെ ആ ബേക്ക് വശത്തുണ്ടാവും, ആ ലോങ് ആയിട്ടുള്ള വശത്തുണ്ടാവും ഒരു സഞ്ചി, അത് ആ വിഷസഞ്ചി കേട്ടോ. ഷാർപ്പ് ഫിംഗേഴ്സ്, അവന്റെ കൂർത്ത പല്ലുകൾ കേട്ടോ, കൂർത്ത പല്ലുകള്. വേർ ഫുൾ ഓഫ് ഡെഡ്ലി വേണം അല്ലെ. എന്താണ്, അതിലൊക്കെ എന്തുണ്ടാവും, വിഷമാണ് അല്ലെ, മരണത്തിന് വരെ കാരണമാവുന്ന വിഷം നിറച്ചിട്ടുണ്ട് അവന്റെ ആ സഞ്ചിയിലും ആ ഷാർപ്പ് പല്ലിലും ഒക്കെ കേട്ടോ.
ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അപ്പൊ ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരെ കുറിച്ചും അത്യാവശ്യം വർണ്ണിച്ച് തന്നു അല്ലെ. രണ്ടും ഒന്നൊന്നിന് മെച്ചാണല്ലേ മക്കളെ. ക്രോബ്ര ആണെങ്കിലും മംഗൂസ് ആണെങ്കിലും എന്താണ്, രണ്ടാളും നല്ല സെറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് ഇത് എന്തായിരിക്കും, എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് അല്ലെ. ചാമ്പ്യൻസിന്റെ ബാറ്റിലാണ് നടക്കാൻ പോകുന്നത്, യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നോക്കല്ലേ മക്കളെ. ഹിസ്സിംഗ് ഡിഫിയൻസ് അല്ലെ. ഡിഫിയൻസ് ഹിസ്സിംഗ് എന്ന് പറഞ്ഞാൽ പാമ്പുകൾ ഉണ്ടാക്കുന്ന ശബ്ദം, അത് തന്നെയായിരിക്കും ആ വീടിന്റെ മീനിങ് കേട്ടോ. ഹിസ്സിംഗ് ഡിഫിയൻസ് മീൻസ് അങ്ങനെ ആ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അത് എതിർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു ധിക്കാരത്തില് എതിർത്ത് ഇങ്ങനെ നിൽക്കുന്നതിനാണ്, ധിക്കാര ഭാവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ധിക്കരിച്ച് ഇങ്ങനെ എതിർത്ത് നിൽക്കുകയാണ്, ഇങ്ങനെ ആ ഒരു സൗണ്ടോട് കൂടിട്ടോ. ഹിസ് ഫോർക്ക്ഡ് ടങ്, ഇങ്ങനെ അവന്റെ കൂർത്ത ടങ്, കൂർത്ത നാവ്, ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട് അല്ലെ. ഉള്ളിലോട്ടും പുറത്തോട്ടും ഇങ്ങനെ ഇടും അല്ലെ. പാമ്പോള് കണ്ടിട്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ നാവ് ഇങ്ങനെ ഉള്ളിലോട്ടും പുറത്തോട്ടും ഇങ്ങനെ ഇടുന്നത്, അതിനാണ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയാം കേട്ടോ. അവന്റെ ആ ഫോർക്ക് ടങ് ചെയ്യാണ് അവന് ഉള്ളിലോട്ടും പുറത്തോട്ടും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഹിസ്സിംഗ് ഡിഫെൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കാണല്ലോ. ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട് അല്ലെ. ഗ്രൗണ്ടിൽ നിന്നൊരു 6 അടി ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആള്. എന്ത്, നാവ് ഇങ്ങനെ പുറത്തോട്ടും ഉള്ളിലോട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു 6 അടി ഉയരത്തിൽ ഇങ്ങനെ നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ ഗാംഭീര്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് അല്ലെ. അത് അവന്റെ ആ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ ആ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പത്തി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്പെക്ടാക്കിൾഡ് ഹുഡ് എന്നാണ് പറഞ്ഞാലാണ് ഇങ്ങനെ ആ കണ്ണാടി പോലെയുള്ള പത്തിക്കാണ് കേട്ടോ അത് പറയാം. ദ മോങ്കൂസ്, ഇനി മോങ്കൂസിന്റെ കാര്യം പറയാം. ദ മോങ്കൂസ് ബുഷ്ഡ് ഹിസ് ടൈല്. മോങ്കൂസ് ഒട്ടും കുറച്ചിട്ടില്ല, പത്തിയൊന്നും ഇല്ലെങ്കിലും അവന്റെ ആ ടൈൽ ഉണ്ട് ഇല്ലേ. എങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ മാങ്കൂസിന് ഇങ്ങനെ ഒരു വലിയൊരു ടൈൽ ഉണ്ടാവും അല്ലെ. അതിങ്ങനെ പുഷ് ചെയ്ത് നിൽക്കും. നമ്മൾ ഫൈറ്റ് ബിറ്റ്വീൻ മാംഗൂസ് ആൻഡ് സ്നേക്സ് ഒക്കെ നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എങ്ങനെ കാണാം, ഇവര് ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ മാംഗൂസോട് അവരുടെ ആ ടൈൽ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ നിർത്തി നീളത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും കേട്ടോ. അതാണ് ഈ പറഞ്ഞത് പുഷ്ഡ് ഹിസ് ടൈൽ. അവന്റെ ടൈൽ അവനിങ്ങനെ പുഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. The long hair on his spine stood up. The long hair on his spine stood up അല്ലെ. അവന്റെ ഹെയർ അവന് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അവനിങ്ങനെ ഉയർത്തി പിടിച്ചിങ്ങനെ നിന്നിട്ടുണ്ട്. അവന്റെ ആ വാലുമ്പോ കൂടെ ആ സ്പൈനുമ്പോ കൂടെ ഇങ്ങനെ നിറയെ ഇതുണ്ടാവും, ഹെയർ ഉണ്ടാവും, നല്ല നീളമുള്ള ഹെയർ ഉണ്ടാവും കേട്ടോ. ആ ഹെയർ എന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇൻ ദ പാസ്റ്റ്, ഇനി പാസ്റ്റില് കഴിഞ്ഞു പോയ പണ്ട്, ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, അവന്റെ കട്ടിയുള്ള ആ രോമം, ഹാഡ് സേവ്ഡ് ഹിം, അവനെ രക്ഷിച്ചിട്ടുണ്ട്, ഫ്രം ബൈറ്റ്സ്, കടിയിൽ നിന്നും, ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു ഡെത്ത്. ഫാറ്റൽ ടു അതേഴ്സ് എന്ന് പറഞ്ഞാല്, ഫാറ്റൽ മീൻസ് മരണത്തിന് വരെ കാരണമാവുന്ന മറ്റുള്ളവരുടെ കടിയിൽ നിന്നും അവന്റെ ആ കട്ടിയുള്ള ഹെയർ ഉണ്ടല്ലോ, അത് പലപ്പോഴും അവനെ രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് അവൻ ഇങ്ങനെ സെറ്റാക്കി പിടിച്ചപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ദോ ദ കോമ്പറ്റന്റ്സ് were unaware of my presence in the banyan അല്ലെ. നമ്മുടെ കോമ്പറ്റന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നിന്നും മുകളിൽ നിന്നും ആ കുട്ടി ആ ബോയ് അവിടെ നിൽക്കുന്നത് അവരെന്താണ്, അൺഅവെയർ ആണ്, അവർക്ക് അറിയില്ല, അവന്റെ പ്രസൻസ് അവരറിയുന്നില്ല കേട്ടോ. ദേ സൂൺ, പക്ഷെ ദേ സൂൺ അവര് പെട്ടെന്ന് ബിക്കം അവെയർ, അവരറിഞ്ഞു ആരുടെ, ദ അറൈവൽ ഓഫ് ദ 2 other spectators, മറ്റു 2 കാഴ്ചക്കാർ കൂടെ, സ്പെക്ടാറ്റേഴ്സ് മീൻസ് കാഴ്ചക്കാർ കേട്ടോ. മറ്റു 2 കാഴ്ചക്കാർ അവിടെ വന്നത് അവരറിഞ്ഞു. വേറെയും കാഴ്ചക്കാരും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബോയെ കൂടാതെ വേറെ 2 കാഴ്ചക്കാരും കൂടെ ഇവരുടെ ബാറ്റിൽ അവരുടെ അടി കാണാൻ വന്നിട്ടുണ്ട്. ആരാ നോക്കാം. One was Myna and the other a jungle crow അല്ലെ. ഒരു ജംഗിൾ ക്രോയും മൈനയാണ് കാണാൻ വന്നിട്ടുള്ളത്. ആ ക്രോയെ കുറിച്ച് പറയുന്നത് നോട്ട് ദ വൈലി അർബൻ ക്രോ അല്ലെ. അതൊരിക്കലും നമ്മുടെ നാട്ടിലത്തെ ബുദ്ധിയുള്ള കാക്കയല്ല. ജംഗിൾ കാട്ടത്തെ വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു നോർമൽ കാക്കയാണ് കേട്ടോ. Then they had seen these preparation for battle. അവരെന്ത് ചെയ്യാണ്, അവര് പ്രിപ്പറേഷൻ ചെയ്യാണ്, അവർ റെഡി ആവാണ് ആ ബാറ്റിൽ, ആ ഒരു അടി, ആ ഒരു യുദ്ധം കാണാൻ വേണ്ടിയിട്ട് അവരും എന്ത് ചെയ്യുന്നുണ്ട്, റെഡി ആയിട്ട്, പ്രിപ്പറേഷൻസ് മീൻസ് റെഡി ആവുന്നുണ്ട് കേട്ടോ. And they had settled on the cactus to watch the outcome അല്ലെ. അവരെവിടെ സെറ്റിലായി, സെറ്റിലായി മീൻസ് അവിടെ സെറ്റ് ആയിരുന്നു. എവിടെ, കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. കാക്ടസിന്റെ ആ മുൾച്ചെടിയുടെ മുകളിലായിട്ട് അവരത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. had been content only to watch, all would have been well with both of them അല്ലെ. അവരത് കണ്ടന്റ് മാത്രം കാണുകയാണെങ്കിൽ, അവർ ആ കണ്ടന്റ് മീൻസ് ആ കാഴ്ച, അതിനാണ് ആ കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് നല്ലതായേനെ.
എന്നാണ് പറയുന്നത് കേട്ടോ. ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. അത് അവർക്ക് നല്ലതായിരിക്കും. അത് കാഴ്ച മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. അതിൽ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് സസ്പെൻസ് ആട്ടോ. എന്താണ് ഇദ്ദേഹം എന്തുകൊണ്ടാണ് ആ കുട്ടി ഇവിടെ റൈറ്റർ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അവർ കണ്ടന്റ് മാത്രം കാണായിരുന്നെങ്കിൽ നല്ലതാവും എന്നുള്ളത് പറയാനുള്ള കാര്യം. The cobra stood on the defensive. എന്താണ് cobra stood on the defensive? cobra ഇപ്പൊ എന്ത് ചെയ്യാണ്? അവന്റെ ഡെഫെൻസീവ് ആയിട്ടില്ല, മീൻസ് ആ എതിർത്ത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക കേട്ടോ. നല്ല കട്ടൊക്കെ നിൽക്കുകയാണ്, ഡിഫെൻസ് ചെയ്തിട്ട് അല്ലെ എതിർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും. swaying slowly from side to side. എന്തുണ്ട്? swaying ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ഇങ്ങനെ swaying ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. trying to mesmerize the mangoes into marking a false move. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? മെസ്മറൈസ് ചെയ്യാനാണ്. മെസ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാല് മയക്ക കേട്ടോ, മയക്ക, അതിശയിപ്പിച്ച് മയക്കാണ്. എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിയിട്ട് നമ്മളെ മാംഗോസിന് എന്ത് ചെയ്യാണ്? അവന്റെ മൂവ്മെന്റ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാംഗോസും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വായിങ് സൈഡ് ടു സൈഡ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കോബ്ര കേട്ടോ. ബട്ട് ദ മോങ്കോസ് ന്യൂ ദ പവർ ഓഫ് ദ ഒപ്പണന്റ് ക്ലാസ് അല്ലെ. പക്ഷെ മോങ്കോസിന് എന്ത് ചെയ്യാം? ഓൾറെഡി അറിയാം. മോങ്കോസിന് എന്തറിയാം മക്കളെ? mongoose know the power of the opponent glass. അവന്റെ ആ കണ്ണിന്റെ ഒപ്പണന്റ് എതിരാളിയുടെ ആ കണ്ണുകളുടെ ആ പവർ ഉണ്ടല്ലോ, അത് ഓൾറെഡി അവന് അറിയാം. അതുകൊണ്ട് തന്നെ അൺവിങ്കിങ് ഐസ് അല്ലെ. അൺവിങ്കിങ് മീൻസ് എന്താണ്? അൺവിങ്കിങ് മീൻസ് എന്താണ് മക്കളെ? ഇമ വെട്ടാത്ത കണ്ണുകൾ അല്ലെ. കണ്ണുകൾ ഇമ വെട്ടാത്ത ഒരാളുടെ കണ്ണിലോട്ട് തന്നെ ചില ആളുകളെ കണ്ടിട്ടില്ലേ മയക്കുന്ന, ആ കണ്ണിലോട്ട് തന്നെ നോക്കി നിന്ന് കഴിഞ്ഞാൽ മയങ്ങിപ്പോവും അല്ലെ. അങ്ങനെ ഒരു കഴിവ് ഈ പാമ്പുകൾക്ക് ഉണ്ട് കേട്ടോ. അവരുടെ കണ്ണിലോട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആളുകളെ മീൻസ് മുമ്പിലിരിക്കുന്ന എതിരാളിയെ മയക്കുന്ന ഒരു ശീലം ഇവരുടെ കണ്ണുകൾക്ക് ഉണ്ട് കേട്ടോ. ആ കണ്ണുകളാണ് ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം. സോ അവൻ അറിയുന്നതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അത് റിഫ്യൂസ് ചെയ്തു, അത് എതിർത്തു, മീൻസ് അത് ഒഴിവാക്കി. ആ കണ്ണുകളിലോട്ട് അവൻ നോക്കിയില്ല, ആ ഒരു മീറ്റ് അവൻ ഒഴിവാക്കി. ആ കണ്ണുകളിലോട്ട് തന്നെ നോക്കാനുള്ള ആ മീറ്റ് സാഹചര്യം അവൻ എന്ത് ചെയ്തു? അത് അവന് ഒഴിവാക്കി കേട്ടോ. ഇൻസ്റ്റന്റ് പകരം എന്താ പിന്നെ ചെയ്തത്? ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ബിലോ കോബ്രാസ് ഹൂഡ്. അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ കണ്ണിന്റെ മുകളിലോട്ട് തന്നെ നോക്കുന്നതിന് പകരം പത്തിയുടെ തൊട്ട് താഴോട്ട് ഗേസറ്റ് മീൻസ് തുറിച്ച് നോക്കിയത് എവിടേക്കാണ്? ഇവിടേക്കാണ് അവൻ ലക്ഷ്യം വെച്ചത് കേട്ടോ. ഇവിടെ കണ്ണിന്റെ ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മയങ്ങി വീഴുന്നുള്ളത് ആർക്കറിയാം? ഈ മോങ്കൂസിന് അറിയാം. അപ്പൊ മോങ്കൂസ് അതിന്റെ തൊട്ട് താഴെ ഭാഗത്തേക്ക്, ഈ പത്തിയുടെ ഈ താഴെ ഭാഗത്തോട്ട് നോക്കിയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മോങ്കൂസ് ശ്രമിക്കുന്നത് കേട്ടോ. ആൻഡ് ഓപ്പൺ അറ്റാക്ക് അല്ലെ. അങ്ങനെ അറ്റാക്ക് ചെയ്യാനാണ് മോങ്കൂസ് നോക്കുന്നത് കേട്ടോ. Moving forward quickly until he was just within the cobra's reach. Like moving forward quickly, പെട്ടെന്ന് അവൻ മുമ്പിലോട്ട് പോയി. until he was just within the cobra reach. അല്ലെ, കോബ്രക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതിന് തൊട്ട് മുമ്പിൽ, റീച്ച് ചെയ്യാൻ അത്ര മുമ്പിലോട്ട് പോയിട്ടില്ല, അത്ര ബുദ്ധി ഇല്ലാത്ത ആളല്ല മോങ്കൂസ്. കോബ്രക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്നതിന്റെ അത്ര എല്ലാം അതിന് തൊട്ട് കുറച്ച് മുമ്പിലോട്ട് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. He made a feint to one side. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവനൊരു സൈഡിലോട്ട് അങ്ങോട്ട് ഫെയിന്റ് ചെയ്യാം, തെന്നി മാറി കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് കോബ്രയുടെ മുമ്പിലോട്ട്, ഇത് കോബ്രയാണെങ്കിൽ മോങ്കൂസ് കോബ്രയുടെ മുമ്പിലോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തെന്നി മാറി അല്ലെ. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് കോബ്ര സ്ട്രാക്ക് അല്ലെ. കോബ്ര എന്ത് ചെയ്തു മക്കളെ? പെട്ടെന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മാംഗോസ്. ഹിസ് ഗ്രേറ്റ് ഹുഡ് പെട്ടെന്നുള്ള കെയിം ഡൗൺ, അവന്റെ പെട്ടെന്നുള്ള ആ പത്തി ഇങ്ങനെയുള്ള ആ വരവ് കണ്ടപ്പോ സ്വിഫ്റ്റ്ലി പെട്ടെന്ന് തിടുക്കത്തിൽ ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മാംഗോസ്. ഇനി മാംഗോസിന് രക്ഷപ്പെടാൻ കഴിയില്ല, ഇനി മാംഗോസിന് ആർക്കും രക്ഷിക്കാൻ കഴിയില്ല, മാംഗോസ് തീർന്നു എന്നാണ് ആ കുട്ടി വിചാരിച്ചത് കേട്ടോ. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. എന്ത് ചെയ്തു? ആ ലിറ്റിൽ ഫെലോ മീൻസ് ഇവിടെ മാംഗോസ് ആണ്. പെട്ടെന്ന് മാംഗോസ് എന്ത് ചെയ്തു? ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, മറ്റേ സൈഡിലോട്ട് പോയി. ആൻഡ് ദാറ്റ് in as swiftly as a cobra അല്ലെ. എന്ത് ചെയ്തു? ടാറ്റർ ഇൻ as swiftly as cobra. കോബ്ര പെട്ടെന്ന് ഇങ്ങോട്ട് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? കോബ്ര ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? അവൻ അങ്ങോട്ട് കുതിച്ചു കേട്ടോ. എന്നിട്ട് ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് ദ റീച്ച് അല്ലെ. സ്നേക്ക് ബാർക്കിന് എന്ത് ചെയ്തു? സ്നേക്കിന് എന്ത് ചെയ്തു? ബാക്ക് സൈഡിൽ അവൻ കടിച്ചതിന് ശേഷം ഡാർട്ടിങ് അവേ, വീണ്ടും അവൻ അവിടെ നിന്ന് തെന്നി മാറി അല്ലെ. അഗെയിൻ ഔട്ട് ഓഫ് ദ റീച്ച്, കോബ്രക്ക് കിട്ടുന്നോണ്ട് തെന്നി മാറി. എങ്ങനെയാണ് മക്കളെ ഈ ഫൈറ്റ് നടക്കുന്നത് വെച്ചാല്
ഇതാ കോബ്ര ഇങ്ങനെ നിൽക്കുകയാണല്ലോ അല്ലെ, ഐ മീൻ കോബ്ര ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ചെന്നിട്ട് ഇങ്ങോട്ട് നിന്നു. ഇത് മാംഗോസുകളുടെ ഒരു ഐഡിയ ആണ് അല്ലെ. ഈ കീരികൾ എങ്ങനെയാന്ന് വെച്ചാൽ, കീരികളുടെ ഫൈറ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ഇങ്ങോട്ട് ഇങ്ങനെ പോകും, എന്നിട്ട് അവിടേക്ക് പാമ്പ് ചെല്ലുമ്പോഴത്തേനും ഇവിടെ പോയിട്ട് കൊത്തുമ്പോഴത്തേനും വരുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് തെന്നി മാറും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ബേക്കിലൂടെ ഇവിടെ അങ്ങോട്ട് കടിക്കുക ചെയ്യുക അല്ലെ. അങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്യാറില്ലേ, ചില ആളുകൾ ഇങ്ങനെ അങ്ങ് കൈ ഓങ്ങിയിട്ട്. അപ്പൊ ആളുകൾ ഇതിനായിരിക്കും തടയും, എന്തുണ്ട് ഇതുകൊണ്ട് നടു കൊടുക്കും അല്ലേ, ആ പരിപാടി അല്ലെ. ഇങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കുന്ന ഇതുകൊണ്ടൊന്നാണ് കൊടുക്കുക, ആ ഒരു പരിപാടി തീർച്ചയായിട്ടും തട്ടിപ്പ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ ചെയ്തത് കേട്ടോ. ഈ പാമ്പ് ഇങ്ങനെ നിന്നപ്പോ ഇങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് മാറി. അപ്പൊ പാമ്പ് അവിടെ ചെന്നിട്ട് ഒരു കൊത്തു കൊടുത്തപ്പോ ഇത് ഇങ്ങോട്ട് തെന്നി മാറിയിട്ട് പാമ്പിനെ ഇവിടെ എന്ത് ചെയ്തു, കടിച്ചിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു, പാമ്പ് തിരിച്ചിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ആ ഒരു പാമ്പിന്റെ ആ ഒരു ആക്രമണത്തിന് മുമ്പ് തന്നെ വീണ്ടും ഭയ സ്ഥലത്തോട്ട് പാമ്പിനെ റീച്ച് ചെയ്യാൻ പറ്റിയിടത്തേക്ക് തന്നെ വീണ്ടും ബാക്കിലോട്ട് മാറി. ക്ലിയർ? സോ എന്താണ്, ഒരു ചെറിയ ബ്രേക്ക് അല്ലെ, ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, I will back with continuation of mangoes, fight between the mangoes and cobra അല്ലെ. മാംഗൂസിന്റെയും കോബ്രയുടെയും ഫൈറ്റ് എവിടെ വരെ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.